മീറ്റപ്പ് വന്നിട്ട് എയർപോർട്ടിൽ ഞാൻ പിക്ക് ചെയ്യാൻ പോയതാ. പക്ഷെ അതിനേക്കാളും എനിക്ക് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാല് ആളെന്നെ വലിച്ചൊരു മലയുടെ മേളിൽ കയറ്റി. ഇപ്പം നല്ല ഇതുള്ളൊരു ഹൈക്ക് പോലെ അങ്ങോട്ട് പോയി. സാധാരണ ഒരു വെള്ളം പോലും എടുക്കാതെ പോയി. ആ മേളിൽ ചെന്നിട്ടാണ് ആളിങ്ങനെ വന്നിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്തത്. ചിരി ഭയങ്കര അടിപൊളിയാണ്. ആ ഒരു ചിരിയിലാണ് ആദ്യം വീണത്. അങ്ങനെ പറയാം. യെസ്. സോ നല്ലൊരു റൈഡ് കൊടുക്കുക അല്ലേ? ആൻഡ് ഷീ ഹാസ് സച്ച് എ ബ്യൂട്ടിഫുൾ സ്മൈൽ. നാച്ചുറലാ ഫുള്ള്. അറേഞ്ച് മാരേജ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ആള് ഭയങ്കര ഒരു കുറച്ചുകൂടെ സീരിയസ് ടൈപ്പാണ്. ആളെ കണ്ടാലും നമുക്ക് പെട്ടെന്ന് അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എന്നെ പോലെ തന്നെയാണല്ലോ, വായന നടക്കത്തില്ല. My home is not a highway, a straight road to ഇത് ഇപ്പൊ വരെ കുഴപ്പമൊന്നുമില്ല. ആള് ഭയങ്കര പാവാണ്. എന്നെക്കാളും പാവാണ് ആള്. ഈ ഒരു ലൈഫിലേക്ക് കയറുന്നതിൽ ഞങ്ങൾ ഏറ്റവും സന്തോഷിക്കുന്ന ആൾക്കാരാണ്. അടിപൊളിയായിട്ടുള്ള ഒരു മാരേജ് ലൈഫ് ഉണ്ടാവട്ടെ, ഒത്തിരി സന്തോഷങ്ങൾ ഉണ്ടാവട്ടെ, ഒത്തിരി നല്ലതായ മൊമെന്റ്സ് ഉണ്ടാവട്ടെ. ബ്ലെസ്സിയും തോമാച്ചൻ നല്ല ഒരു സൂപ്പർ പേരാണ്. I'm still out here and I'm still moving along, still wondering. Okay, he proposed me in front of the altar. That was one of the best moments that ever happened in my life. Still keeping on, still wondering. I am not lost, I'm still just wondering. My aim. അവനായിരുന്നു ആക്ച്വലി എൻ്റെ കംഫർട്ട് സോൺ. അതായത് എന്ത് ഇമോഷൻ ഉണ്ടായാലും അവൻ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചളിയാക്കും, എന്നിട്ട് ചുമ്മാ കോമഡിയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെയാണ് അവൻ ആക്ച്വലി ഭയങ്കര അവർക്ക് പറയാണ്, എടാ നീ ഇത് ചെയ്യടാ, ചെയ്ത് കാട്ടറാ എന്ന് എനിക്ക് പറയാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. അത് അവൻ ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പം ആ ഫ്രീഡം ആക്ച്വലി ഇപ്പം നമ്മുടെ ഒരു സ്വത്തെന്ന് പറയത്തില്ലേ, അപ്പം പെട്ടെന്ന് അതൊരു മറ്റൊരു അവകാശം വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ചെക്കൻ നമ്മുടെ അടുത്ത് നിന്നൊക്കെ പോയല്ലോ, അങ്ങനെ ഒരു വിഷമം വരത്തില്ല. അത്രേ ഉള്ളൂ. പക്ഷെ ഒത്തിരി ഹാപ്പിയാണ്. എൻ്റെ ഒരു ആഗ്രഹമാണ് അവരെപ്പോഴും നല്ലൊരു ബെസ്റ്റ് കമ്പാനിയൻ ആയിരിക്കണം. അവരെപ്പോഴും എല്ലാ മൊമെന്റ്സും അവർ എൻജോയ് ചെയ്യണം. ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര എക്സൈറ്റഡ് ആണ്, കുറച്ച് നെർവസ് ആണ്, പിന്നെ കുറച്ച് ടെൻഷൻ, സങ്കടമുണ്ട്. ഞാൻ 1 വീക്കായിട്ട് ഇങ്ങനെ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഐ വിൽ ബി ഗോയിങ്, അല്ലെങ്കിൽ ഞാൻ വേറെ ഫാമിലിയിലോട്ട് പോവാണ്. എനിക്ക് സാധാരണ എപ്പോഴും ഇവരുടെ അടുത്ത് വരുന്ന പോലെ ഇനി വരാൻ പറ്റില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് എല്ലാവരുടെ മിക്സ്ഡ് ഇമോഷൻസ് ആണ്.